ദൈവത്തിന്റെ വചനം പറഞ്ഞു, വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ ഇത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ജീവനുണ്ടാകാം. അപ്പോൾ ഇവിടെ മരിച്ചുപോയ ആളുകൾക്ക് ജീവനില്ല എന്ന് പൊതുവിൽ നമുക്കറിയാം. പക്ഷേ മരിച്ചുപോയ ആളുകൾക്ക് ജീവനില്ല എന്നുള്ള വസ്തുതയിൽ അവർക്ക് ജീവനുണ്ടാകുമെന്നുള്ളതല്ല ഇവിടെ പറയുന്ന ഭാഗത്തിൽ അർത്ഥം. ഇവിടുത്തെ അർത്ഥം ജീവനുണ്ടാകും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവൻ, പ്രത്യുത ദൈവത്തിൻ്റെ ജീവൻ ജീവനുള്ളവരിലേക്ക് പകർന്നു തരുവാനിടയാകും. അതിന് പറയുന്ന പേരാണ് നിത്യജീവൻ. ദൈവത്തിൻ്റെ ജീവന്റെ പ്രത്യേകതയാണ് മരണമില്ലാത്ത ഒന്ന്. ഏത് മരണം? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് കൂട്ടായ്മ പങ്കിട്ട് മുന്നോട്ട് പോകാൻ, ദൈവത്തോട് അടുത്തു വന്ന് കൂട്ടായ്മ പങ്കിടുവാനുള്ളൊരു ജീവൻ. ആത്മിക മരണത്തിൽ നിന്നും ദൈവം തന്നിൽ വിശ്വസിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന, പ്രത്യുത മിശിഹയാണെന്ന് വിശ്വസിക്കുന്നവരിലേക്ക് ഈ ദൈവിക ജീവനെ സ്വർഗത്തിലെ ദൈവം നൽകുകയാണ്. അവർക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുണ്ട്. ആ ദൈവിക ജീവൻ പകർന്നു കിട്ടിയവർ ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ അവർക്കുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഇന്ന് പകൽക്കാലം ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. യോഹന്നാൻ പറയുകയാണ്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടുന്നതിനും ഇത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. വാക്യം ഇങ്ങനെയാണ്, അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്നു മകൻ രോഗിയായിരുന്നൊരു രാജഭൃത്യൻ കഫർന്നഹൂമിലുണ്ടായിരുന്നു. യേശു യഹൂദ്യ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടിട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിക്കാറായിരിക്കുന്നത് കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഈ രാജഭൃത്യൻ അപേക്ഷിക്കുകയാണ് യേശുവിൻ്റെ അടുക്കൽ. ഒന്നുകൂടെ പറഞ്ഞാൽ താൻ പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നുവോ അതൊന്നും വ്യർത്ഥമായി പോകയില്ല. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥനയും വ്യർത്ഥമായി പോകയില്ല? നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വ്യർത്ഥമായി പോകയില്ല. എത്ര പേർക്കൊന്ന് പറയാൻ കഴിയുന്നുണ്ട്? ഹോളി സ്പിരിറ്റ്, അത് വ്യർത്ഥമായി പോകത്തില്ല. ഈ പ്രാർത്ഥന വ്യർത്ഥമാകയില്ല. ഇന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമാകയില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ മകൻ മരിക്കാറായിരിക്കുന്നത് കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കർത്താവ്. ഈ രാജഭൃത്യന്റെ വീട്ടിലേക്ക് ചെല്ലുന്നില്ല. പക്ഷേ രാജഭൃത്യന്റെ വീട്ടിലേക്ക് ചെല്ലുന്നില്ല കർത്താവ്, അവനെ പറഞ്ഞു വിട്ടു. അമേ, നമുക്ക് ആ ഭാഗം വായിക്കാം. യേശു അവനോട് 48-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുൻപേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച ആ മനുഷ്യൻ പോയി. യേശു എന്താണോ പറഞ്ഞത് ആ വാക്ക് വിശ്വസിച്ച ആ മനുഷ്യൻ പോയി. ഓ ദൈവത്തെ, കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഒന്ന് ദൈവസന്നിധിയിൽ പറയുമോ, ഞാൻ അപേക്ഷിക്കുന്ന അപേക്ഷകളൊന്നും
വൃഥാവായി പോകാൻ യേശു അനുവദിക്കത്തില്ല. ആ രാജഭൃത്യൻ വളരെ നിരാശയോടുകൂടെയാണ് വന്നത്, വളരെ ഭാരത്തോടുകൂടെയാണ് വന്നത്, വളരെ വിഷമമുണ്ട്. കാരണം ആ രോഗമായി കിടക്കുന്ന തൻ്റെ കുഞ്ഞ് മരിക്കുമെന്നുള്ള നിലകളിൽ സാഹചര്യം പ്രതികൂലമായി നിൽക്കുകയാണ്. ഇനി ഒരിക്കലും ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ലെന്ന് പറയുന്ന ജീവിത സാഹചര്യം ഈ രാജഭൃത്യൻ്റെ വീട്ടിൽ വ്യാപരിക്കുകയാണ്. പക്ഷേ രാജഭൃത്യൻ ഒരു കാര്യം മനസ്സിലായി. ഈ കാനാവിൽ വന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആമേൻ ഒരു യേശുവുണ്ട്, അവൻ്റെ അടുക്കൽ ചെന്നാൽ എൻ്റെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് അവൻ ഉറപ്പുണ്ട്. ഓ, ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് അങ്ങനെ ചില ദൈവിക നിയോഗത്തിൻ്റെ ഉറപ്പുകൾ ഇന്ന് പകലിൽ പ്രാപിക്കുവാൻ കഴിയുന്നുണ്ട്?